അവിടെ ദേവി അതിതീവ്രമായിരിക്കുന്ന മാതൃഭാവത്തിലാണ് ഇരിക്കുന്നത്. തമ്പുരാട്ടി അമ്മയായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ആ നടക്കിൽ ചെല്ലുമ്പോൾ അമ്മയെ തമ്പുരാട്ടി അമ്മയെ എന്ന് അഭിസംബോധന ചെയ്യുന്നതാണ് അമ്മയ്ക്ക് ഏറെ ഇഷ്ടം. നമ്മളത് ഇവിടെ നെറ്റിയിൽ ഞാനിപ്പോൾ സിന്ദൂരം വെച്ചെടുത്ത് വെക്കുവാണെങ്കിൽ ഒരു വൈബ്രേഷൻ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. നല്ല തണുപ്പും ഉണ്ടാവും. അത് പല സ്ഥലങ്ങളിലും ചാന്താടുന്നുണ്ടെങ്കിലും കൊടുങ്ങല്ലൂരിലെ ചാന്താട്ട് അതൊരു ചാന്താട്ടം. നമസ്തേ. നമുക്ക് കൊടുങ്ങല്ലൂർ അമ്മയിൽ നിന്ന് തുടങ്ങാം. ദാരികവധത്തെക്കുറിച്ചൊന്ന് പറയാമോ? കൊടുങ്ങല്ലൂരമ്മ എന്ന് പറയുന്നത് നമ്മുടെ കാളി സ്ഥാനം എന്നൊക്കെ പറയുന്നതിൻ്റെ മൂലസ്ഥാനമാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം. അവിടെ ദേവി അതിതീവ്രമായിരിക്കുന്ന മാതൃഭാവത്തിലാണ് ഇരിക്കുന്നത്. തമ്പുരാട്ടി അമ്മയായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ആ നടക്കിൽ ചെല്ലുമ്പോൾ അമ്മയെ തമ്പുരാട്ടി അമ്മയെ എന്ന് അഭിസംബോധന ചെയ്യുന്നതാണ് അമ്മയ്ക്ക് ഏറെ ഇഷ്ടം. ദാരികൻ എന്ന് പറയുന്ന ഒരു വലിയൊരു അസുരൻ, അദ്ദേഹത്തിന് 3 ലോകങ്ങളും ത്രിലോകങ്ങളും പിടിച്ചടക്കണം എന്നൊരു ആഗ്രഹം കൊണ്ട് അദ്ദേഹം തപസ് ചെയ്തിട്ട് ദേവന്മാരെയും മുനികളെയും എല്ലാം ദ്രോഹിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹത്തിൻ്റെ വധം നിർബന്ധമായി വന്നു. ഇല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്ന് തോന്നിയപ്പം ദേവി ഭഗവാന്റെ മഹാദേവൻ്റെ എന്താ പറയുക തൃക്കണ്ണിൽ നിന്നാണ് ദേവി വരുന്നത്, ഭദ്രകാളി അമ്മ ജനിക്കുന്നത്. പക്ഷെ ദാരികൻ്റെ ഭാര്യ മനോദരി അതിതീവ്രമായ ഗൗരി ഭക്തയായിരുന്നു, പാർവതി ദേവിയുടെ ഭക്തയായിരുന്നു. അങ്ങനെ മഹാദേവൻ പറയുന്നുണ്ട് ദേവിയോട്, ഭദ്രകാളിയോട്, നീ പോയിട്ട് ദാരികനെ വധിക്കൂ എന്ന് പറയുന്നുണ്ട്. ഒരുപാട് വർഷക്കാലം അവർ തമ്മിൽ യുദ്ധം നടന്നു എന്നാണ് പറയണത്. ദേവി എഴുന്നള്ളി വരുന്നത് തന്നെ വേതാളത്തിൻ്റെ പുറത്താണ്. ദേവിയുടെ വാളിൻ്റെ പേര് മന്ദാകം എന്നാണ്. മന്ദാകം വാള് കാത്തു വെക്കുന്നത് ഈ പറയുന്ന വേതാളമായിരുന്നു. അങ്ങനെ ദേവി പോരിന് വിളിക്കുകയാണ് ദാരികനെ. മണ്ണിൽ നീ ഒരു പെണ്ണിനോട് ഏറ്റുമുട്ട്, ഈ മണ്ണിൽ, അപ്പോഴേ നിനക്കത് മനസ്സിലാവും. ചങ്കിൽ മുഴയില്ലാത്ത എന്നോട് നീ ഏറ്റുമുട്ടി നീ ജയിക്കോ എന്ന് നോക്ക്. അങ്ങനെ പോർവിളികൾ നടന്നിട്ട് ദാരികനെ ദേവി വധിക്കുകയാണ്. വധിക്കുന്ന സമയത്ത് ഭർത്താവ് നഷ്ടപ്പെട്ടിട്ട് വൈദവ്യ ദോഷം ഉണ്ടാവരുത് എന്ന് ദാരികൻ്റെ ഭാര്യ മനോദരിക്ക് ഒരാഗ്രഹം ഉണ്ടാവുകയാണ്. അങ്ങനെ മനോദരി പോയിട്ട് ഗൗരി ഭക്തയായ മനോദരി ഗൗരി വ്രതം നോൽക്കുകയാണ്. അതായത് മഹാദേവൻ്റെ ഭാര്യയുടെ വ്രതം നോറ്റിട്ട് ദേവി എന്ത് ചെയ്യുന്നു, മനോദരിയുടെ കയ്യിൽ കുറച്ച് വസൂരി മണികൾ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ഇത് കൊണ്ടുപോയി അവനിൽ വിതറിക്കോളൂ, അവൻ മരണം സംഭവിക്കില്ല. പക്ഷെ മനോദരി ഭൂമിയിൽ എത്തുമ്പോഴേക്കും ദേവി വധിച്ചിട്ടുണ്ടായിരുന്നു ദാരികനെ. ഇപ്പോഴും ആ ഒരു കൊടുങ്ങല്ലൂർ മണ്ണ് നമ്മൾ ക്ഷേത്രത്തിൽ പോയാൽ ഒരു ഉച്ച സമയത്തൊക്കെ പോവുകയാണെങ്കിൽ സൺലൈറ്റിൽ ഇങ്ങനെ തിളങ്ങുന്നത് കാണാം, നന്നായിട്ട് തിളങ്ങും. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വർഷക്കാലം ദേവിയും ദാരികനുമായിട്ട് നടന്ന യുദ്ധത്തിൽ അവരുടെ മൂർച്ചയേറിയ വാളുകൾ തമ്മിൽ ഒരസി ഉണ്ടായതാണ് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ മനോദരി വരുമ്പോൾ കാണുന്നത് ദേവി ദാരികനെ വധിച്ചിട്ട് തല കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണ്. ദേവിക്ക് അങ്ങ് ദേഷ്യം തീരുന്നില്ല. ഉടനെ മനോദരി എന്ത് ചെയ്തു, കയ്യിലുണ്ടായിരുന്ന വസൂരി മണികൾ ദേവിയുടെ ഭദ്രകാളിയുടെ നേർക്ക് എറിഞ്ഞപ്പോൾ ദേവി ഭൂമിയിൽ കിടന്നുപോയി എന്നാണ് പറയുന്നത്. വസൂരി ശരീരം മുഴുവൻ വന്ന് ദേഹമാസകലം തളർന്ന അമ്മ കിടന്നുപോയി. ഇതറിഞ്ഞ മഹാദേവൻ ദേഷ്യം കൊണ്ട് അങ്ങ് ജ്വലിച്ചു. അപ്പോൾ പാർവതി ദേവിയോട് ചോദിച്ചു, എൻ്റെ മകൾ നിൻ്റെയും കൂടെ മകളല്ലേ, ഇനിയുള്ള കളി നീ നേരിൽ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് മഹാദേവൻ്റെ തൃക്കണ്ണിൽ നിന്നാണല്ലോ ദേവി വന്നത്. കണ്ടത്തിൽ നിന്ന് ഘണ്ഠകർണൻ എന്ന് പറയുന്ന ഒരു ഭൂതം ജനിക്കുകയാണ്. ആ ഭൂതത്തിനോട് പറഞ്ഞു, നിൻ്റെ പെങ്ങളാണ് ആ കിടക്കുന്നത് ഭദ്ര, ഈ ശ്രീഭദ്രയെ പോയി രക്ഷിക്കാൻ പറഞ്ഞപ്പം ഈ ഘണ്ഠകർണ സ്വാമി വന്നിട്ട് ഈ ശരീരത്തിൻ്റെ ഇവിടം വരെ മുഖമൊഴികെ ബാക്കി എല്ലാ ഭാഗങ്ങളും നാക്കുകൊണ്ട് നക്കി തുടച്ചിട്ടാണ് ഈ വസൂരി മണികൾ എടുത്തു കളയുന്നത്. എന്നിട്ട് അമ്മയുടെ മുഖത്ത് വസൂരി മണികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഘണ്ഠകർണ സ്വാമി പറഞ്ഞു, നീ എൻ്റെ സഹോദരി ആയതുകൊണ്ട് എൻ്റെ മുഖം നിൻ്റെ മുഖത്തിനോട് അടുപ്പിക്കണ്ട, പക്ഷെ നിൻ്റെ മുഖത്തിന് ഇതൊരു അലങ്കാരമായി തീരുന്നു പറഞ്ഞു. അങ്ങനെ ദേവി എഴുന്നേറ്റപ്പം ദേവി ആദ്യം പറഞ്ഞത് മനോദരിയെ പിടിച്ചുകൊണ്ട് വരാനാണ്. മനോദരി ഇതും എറിഞ്ഞിട്ട് നേരെ പാതാളത്തിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. പക്ഷേ ദേവിയുടെ ഭൂതഗണങ്ങൾ പോയിട്ട് മനോദരിയെ പിടിച്ചുകൊണ്ട് വന്നിട്ട് കണ്ണും മൂക്കും ചെവിയും മുലയെല്ലാം മുറിച്ചു കളഞ്ഞു. അപ്പം ദേവി പറഞ്ഞു, നീ ചെയ്തത് വലിയ തെറ്റാണ്, അതുകൊണ്ട് നീ എൻ്റെ ദാസിയായിട്ട് ഇവിടെ ഇരിക്കണം, നിനക്ക് വേണ്ട പൂജയും വസ്ത്രങ്ങളും എല്ലാം എൻ്റെ ഭക്തർ വന്ന് നിനക്ക് തരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുങ്ങല്ലൂർ അമ്മയുടെ റൈറ്റ് സൈഡിൽ അവിടെ വസൂരിമാലയെ പ്രതിഷ്ഠ വെച്ചിരിക്കുന്നത്. ആ സമയത്ത് യുദ്ധം കഴിഞ്ഞപ്പം ദേവി വളരെയധികം ക്ഷീണിതയായി. അമ്മയുടെ ശരീരത്തിൽ ഒരുപാട് മുറിവുകളേറ്റു. ആ മുറിവുകൾ മാറ്റാനുള്ള ചികിത്സ ചെയ്യാൻ വേണ്ടിയാണ് അശ്വിനി ദേവകൾ വന്നിരിക്കുന്നത്. അശ്വിനി ദേവകൾ വന്നിട്ട് അമ്മയ്ക്കൊരു രഹസ്യ മരുന്നിൻ്റെ കൂട്ട്, ചാന്താട്ടം എന്ന് പറയും, ചാന്ത് തേച്ച് അമ്മയെ സുഖപ്പെടുത്തുകയാണ്. ആ ചാന്ത് ഇന്നും കൊടുങ്ങല്ലൂർ നമുക്ക് അവൈലബിൾ ആണ്. വർഷത്തിലൊരിക്കൽ ചാന്താട്ടം നടക്കുമ്പോൾ ഈ ചെറിയ ഹോമിയോ ഗുളികയുടെ ബോട്ടിൽ പോലത്തേലൊക്കെ
ഭക്തർക്ക് കിട്ടും. നമ്മളത് ഇവിടെ നെറ്റിയിൽ ഞാനിപ്പോൾ സിന്ദൂരം വെച്ചെടുത്ത് വെക്കുവാണെങ്കിൽ ഒരു വൈബ്രേഷൻ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. നല്ല തണുപ്പും ഉണ്ടാവും. അത് പല സ്ഥലങ്ങളിലും ചാന്താടുന്നുണ്ടെങ്കിലും കൊടുങ്ങല്ലൂരിലെ ചാന്താട്ട് അതൊരു ചാന്താട്ടാണ്, അതൊരു പ്രത്യേകതയാണ്. കാരണം ദേവിയുടെ മൂലസ്ഥാനങ്ങളാണ്. 108 ഭാവങ്ങളും 64 കലകളുള്ള അമ്മയുടെ മൂലസ്ഥാനമാണ് ഈ കൊടുങ്ങല്ലൂർ അമ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭക്തരെ രക്ഷിക്കാൻ അമ്മയായി, തമ്പുരാട്ടിയായി കൊടുങ്ങല്ലൂർ അങ്ങനെ ഇരിക്കുകയാണ് അമ്മ. അമ്മയ്ക്ക് വാളും ചിലമ്പും, അവിടെ ശത്രുദോഷങ്ങളുള്ളവരാണെങ്കിൽ വാളും ചിലമ്പും പട്ടും സമർപ്പണം നടത്തും. എന്തെങ്കിലും പ്രാർത്ഥനയോടുകൂടി നമ്മൾ നാണയം കൊടുക്കുകയാണെങ്കിൽ മുഴുവൻ മഞ്ഞളും മുഴുവൻ കുരുമുളകും നാണയം എണ്ണാപ്പണവും കൂടെ ഉഴിഞ്ഞെടുത്ത് കൊടുക്കും. തൊട്ടിപ്പുറത്ത് നമുക്ക് അവിടെ വസൂരിമാലയെ പോലെ തന്നെ തവിടുമുത്തിയുണ്ട്. തവിട്ടുമുത്തി എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഉണ്ടാവുന്ന അപസ്മാര രോഗങ്ങൾ, അതിനൊക്കെ ദേവിക്ക് തവിട് ഇടുന്നതാണ്. നെല്ല് കൊണ്ട് പൊടിച്ച ഒരു പൗഡർ പോലെയാണ്. അതൊരു വിഭാഗം ആളുകളാണ് അവിടെ ചെയ്യുന്നത്. പിന്നെ മകരപ്പത്ത്, മകരച്ചൊവ്വ, ഇങ്ങനെയുള്ള ഒരുപാട് വിശേഷ കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. 4 മണിക്ക് ക്ഷേത്രം തുറക്കും. അവിടെ എനിക്കറിയാവുന്ന മെയിൻ പൂജാരി സത്യധർമ്മനടികളാണ്. വളരെ തികഞ്ഞ ഒരു ബ്രാഹ്മണനാണ്. വളരെ നല്ല മനുഷ്യനാണ് സത്യധർമ്മനടികൾ. അദ്ദേഹം താമസിക്കുന്നത് തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൻ്റെ അടുത്താണ്. അദ്ദേഹത്തിൻ്റെ തിരുവഞ്ചിക്കുളം ക്ഷേത്രം എന്ന് പറഞ്ഞതും എനിക്ക് തോന്നുന്നു ഭാരതത്തിലാകെ ദേവിയെയും മഹാദേവനെയും ദേവിക്കും പള്ളിയറയുള്ള ഒരേ ഒരു ക്ഷേത്രമാണ് തിരുവഞ്ചിക്കുളം. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തിൽ ഒരുപാട് പീരങ്കികളൊക്കെ അവിടെ ഇട്ടിട്ട് തകർച്ച സംഭവിച്ചൊരു ക്ഷേത്രമാണ്. ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും. ഒത്തിരി എന്താ പറയുക ഉപദേവതകൾ അവിടെയുണ്ട്, നമുക്ക് പോയാൽ കാണാം. അതേ പഴമയോടുകൂടി തിരുവഞ്ചിക്കുളം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ വിവാഹം നടക്കാത്ത വ്യക്തികളുണ്ടെങ്കിൽ വെളുത്ത വാവ് സമയത്ത് സ്വയംവരത്തിൻ്റെ ഒരു പൂജയുണ്ട്. അത് അടുപ്പിച്ചൊരു 3 പൗർണമിക്ക് ചെയ്യുകയാണെങ്കിൽ, ചെയ്താൽ മാത്രം പോരാ, നമ്മൾ പ്രസാദവും സ്വീകരിക്കണം. അങ്ങനെയാണെങ്കിൽ വിവാഹം നടക്കും എന്നുള്ളതാണ് ഇതുവരെയുള്ള ഒരു രേഖപ്പെടുത്തിയ കാര്യങ്ങൾ. ഒരുപാട് പേർക്ക് അങ്ങനെ നടന്നതായിട്ടും കേട്ടിട്ടുണ്ട്. അപ്പോൾ കൊടുങ്ങല്ലൂർ അമ്മയുടെ അടുത്ത് നമ്മൾ പോയാൽ പുലർച്ചെ 4 മണിക്ക് വളരെ സൗകര്യാർത്ഥം അമ്മയെ തൊഴാൻ സാധിക്കും. ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് നമുക്കവിടെ അമ്മയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ. ഒരു പ്രത്യേകതയുള്ളൊരു മണ്ണാണ് അമ്മയുടെ. പിന്നെ എന്തുകൊണ്ടാണ് ഈ പാട്ട് ഇത്രയും അവിടുത്തെ? അത് 2 വ്യക്തികൾ തമ്മിൽ, ഇപ്പം എൻ്റെ ഒരു കോൺസെപ്റ്റാണ്, 2 വ്യക്തികൾ തമ്മിൽ ഇപ്പം വഴക്കിടുമ്പം ഗ്രാജുവലി നമ്മൾ ആദ്യമൊക്കെ കുറച്ചൊക്കെ സംസാരിക്കും. പിന്നെ ആ സംസാരം വയലൻസിലേക്ക് വരുമ്പോൾ മോശം വാക്കുകളിലേക്ക് പോകും. അപ്പം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ശത്രുവിനെ നമ്മുടെ പക്ഷം ചേർന്ന ആളുകൾ ചീത്ത വിളിക്കുമ്പോൾ നമ്മൾ ചില സമയത്ത് ചില ആളുകൾ മിണ്ടാതിരിക്കും, വിളിക്കട്ടെ എന്ന് കേട്ടു. അങ്ങനെ ഒരു സ്മരണാർത്ഥമായിരിക്കണം അമ്മയ്ക്ക് ആ ദിവസം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തെറിപ്പാട്ട് വരുന്നതെന്ന് തോന്നുന്നു. പക്ഷേ എന്തോ എനിക്ക് അതിനോട് യോജിക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരെ. കാരണം മറ്റൊന്നല്ല, അമ്മ എന്ന് പറയുമ്പം അമ്മയെ നമ്മൾ അമ്മയായി കാണണം, അല്ലേ? തമ്പുരാട്ടിയമ്മ എന്താ പറയുക, അഖിലകോടി ബ്രഹ്മാണ്ഡ നായികയാണ് തമ്പുരാട്ടിയമ്മയാണ്. മാനവർക്ക് മാത്രമല്ല ദേവന്മാർക്കും അമ്മയാണ്, അതിസുന്ദരിയാണ്. അപ്പോൾ ആ അമ്മയുടെ നടയിൽ അങ്ങനെ ഒരു ഇത് പാലക്കാട് ഭാഗത്തുള്ള ആളുകളൊക്കെയാണ് കൂടുതൽ വരുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വരും. പ്രത്യേകതയുള്ള ദിവസമാണ്. ഒരുപാട് കോമരങ്ങളെ കാണാൻ പറ്റും. പിന്നെ ഇപ്പൊ ദേവി ഉപാസകരെന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം ആളുകൾ അല്ലാണ്ടും ആണെന്ന് പറഞ്ഞ് വേഷം കെട്ടി നടക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ നമുക്ക് അവരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ഫേസിലേക്ക് നോക്കിയാൽ ജപത്തിന്റെ ഒരു പവർ കാണാൻ പറ്റും, അവരുടെ കണ്ണുകളിലൊക്കെ നോക്കിയാൽ. അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ട് ദേവിയുടെ അടുത്തോട്ട് അടുക്കാൻ. പക്ഷെ ദേവി എവിടെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മളെ മുന്നിൽ ഉണ്ടെന്ന് ദേവി കാണിച്ചു തരും. അങ്ങനെയൊക്കെയുള്ള കുറേ എക്സ്പീരിയൻസ് പലരിലും, ഇവൻ എന്നിലും ഉണ്ടായിട്ടുണ്ട്. അപ്പം അമ്മ വളരെ പവർഫുള്ളാണ് കൊടുങ്ങല്ലൂർ. അതുപോലെ നമ്മൾ ഉദ്ദിഷ്ടകാര്യം നടക്കാൻ അവിടെ എന്താണ് ചെയ്യുന്നത്? അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം അവിടെ തണ്ണീരാമൃതപ്പം എന്ന് പറഞ്ഞിട്ടൊരു വിശേഷാൽ വഴിപാടുണ്ട്. തണ്ണീരാമൃതപ്പം അത് നമ്മളവിടെ ഷീട്ടാക്കിയാൽ മതി. തണ്ണീരാമൃതപ്പം, പിന്നെ ത്രിമധുരം. രാവിലെ ഞാൻ ചെയ്യുന്നത് സത്യധർമ്മനടികളുടെ അടുത്ത് പറഞ്ഞ് അദ്ദേഹം കൃത്യമായി അത് ചെയ്തു തരാറുണ്ട്. പിന്നെ അമ്മയ്ക്ക് നീരാടാൻ നമുക്ക് ഇളനീര് കൊടുക്കാൻ പറ്റും. തലേന്ന് വൈകുന്നേരം ഒരു 4 മണി മുതൽ 7 മണി വരെയുള്ള സമയത്തിനുള്ളിൽ ഇളനീരെടുത്ത് മുഴുവനായിട്ട് ചെത്തിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പൊട്ടിക്കാൻ പാകത്തിൽ ചെത്തിയിട്ട് നടക്കിൽ വെച്ചാൽ പിറ്റേന്ന് രാവിലെ അമ്മ ആ ഇളനീര് അഭിഷേകം ചെയ്യിക്കും. പിന്നെ ഞാനിതൊക്കെയാണ് ചെയ്യാറ്. പിന്നെ അമ്മയ്ക്ക് വസ്ത്രം കൊടുക്കും. ഒരു വലിയൊരു പാവാടയാണ് അമ്മയ്ക്ക്, അത് തയ്ച്ചിട്ട് നമ്മൾ കൊടുത്താൽ അമ്മയ്ക്ക് അത് ഇടും. പിന്നെ കർക്കിടകം 1 അമ്മ സർവാഭരണ വിഭൂഷിതയായിരിക്കും. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അതിമനോഹരമായ കാഴ്ചയാണ് അമ്മയുടെ സർവാഭരണ വിഭൂഷിതയായി എല്ലാ ആഭരണങ്ങളും അണിഞ്ഞിട്ട് കർക്കിടക മാസത്തിൽ അമ്മയെ കാണുന്നത്. ആ സമയം അവിടെ നല്ല തിരക്കുമായിരിക്കും.
അങ്ങനെയൊക്കെ ഉണ്ട്. ഭരണിക്ക് കൊടുങ്ങല്ലൂർ ഭരണി ഭയങ്കര വിശേഷമായ വളരെ ദിവസമാണ്. വിശേഷമായതാണ്. പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ആൾക്കാർ വരും. എന്തായാലും അമ്മയുടെ അടുത്ത് ഇതുവരെ നമ്മളൊരു കാര്യം, ഞാനൊക്കെ ഇതുവരെ പ്രാർത്ഥിച്ചിട്ടും എല്ലാം എനിക്ക് സക്സസ് ആണ്. നമസ്തേ. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.